Hi students, Redox reaction JEE Main Session 1 2022. അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ എക്സാമിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. മാംഗനീസ് in +6 oxidation has ability to disproportionate in acidic solution. The difference in oxidation state of two ions it forms in acidic solution is. മാംഗനീസ് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് ഡിസ്പ്രപ്പോർഷനേഷൻ നടത്തും. അങ്ങനെ ഡിസ്പ്രപ്പോർഷനേഷൻ നടന്നാൽ കിട്ടുന്ന കോമ്പൗണ്ടിൽ മോളിക്യൂളിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് ആദ്യം ഓർത്തിരിക്കുക. ഡിസ്പ്രപ്പോർഷനേഷൻ എന്താണ്? സെയിം കോമ്പൗണ്ടിൽ സെയിം എലമെൻറ്റ് സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും സൈമൾട്ടേനിയസ് ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്ന റിയാക്ഷനാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ കണ്ടീഷൻ ഇതാണ്: സെയിം കോമ്പൗണ്ട് ആയിരിക്കണം, സെയിം എലമെൻ്റ് ആയിരിക്കണം, സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും അത് സൈമൾട്ടേനിയസ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസും ഡിക്രീസും ചെയ്യണം, ഓക്സിഡൈസും റെഡ്യൂസും ചെയ്യണം. അങ്ങനെയുള്ള റിയാക്ഷനാണ് നമ്മൾ ഡിസ്പ്രപ്പോർഷനേഷൻ. റിഡോക്സ് റിയാക്ഷനിൽ നമ്മൾ റിയാക്ഷനെ ഡിഫറൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോമ്പൗണ്ട് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്നിതാണ്, ആ കോമ്പൗണ്ടിൽ എലമെൻറ്റ് ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യണം. ക്ലിയർ? ഏറ്റവും കുറഞ്ഞ 3 ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്കിലും ഉണ്ടാവണമെങ്കിൽ കോമ്പൗണ്ടിൽ എലമെൻറ്റ് ഡിസ്പ്രപ്പോർഷനേഷൻ കാണിക്കുകയുള്ളൂ. ക്ലിയർ? അതാണ് ഡിസ്പ്രപ്പോർഷനേഷൻ്റെ കണ്ടീഷൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മാംഗനീസ് +6 സ്റ്റേറ്റിലുള്ള കോമ്പൗണ്ടാണ് മാംഗനീസ്. ഓക്കെ, ആ കോമ്പൗണ്ട് ഏതാണ്? MnO4 2- manganate ion. So here manganese in the +6 oxidation state. In acidic medium it gives MnO2 MnO4 minus plus MnO2 plus H2O. So this is a balanced equation. Okay, അപ്പം അസിഡിക് മീഡിയത്തിൽ MnO4 2- MnO4 മൈനസും MnO2 ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ ഡിസ്പ്രപ്പോർഷനേഷൻ ആണോ നമുക്ക് നോക്കാം. സോ ഹിയർ മാംഗനീസ് ഇൻ ദ +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലിയർ? ആ +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് മാംഗനീസ് MnO4 മൈനസിൽ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്കാണ് മാറുന്നത്. MnO2ൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾക്കറിയാം, +4 ഓക്സിഡേഷൻ നമ്പർ കാണാനുള്ള മെത്തേഡ്സ് ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് നോക്കാം. MnO4ൽ മാംഗനീസ് +6 ആയിരുന്നു, +6 +7 ആയിട്ട് മാറി. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. ദെൻ +6ൽ നിന്നും +4 ആയിട്ട് റിഡ്യൂസ് ചെയ്തു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് റിഡക്ഷൻ. അപ്പോൾ സെയിം എലമെൻറ്റ് സെയിം കോമ്പൗണ്ടിൽ സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നാണ് സൈമൾട്ടേനിയസ് ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്നത്. ദെർഫോർ ഇറ്റ് ഈസ് എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. സോ ഇവിടെ ഫോം ചെയ്ത സ്പീഷീസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദ ന്യൂലി ഫോംഡ് ഓഫ് സ്പീഷീസ് ഇസ് ദ MnO4- ആൻഡ് MnO2. ആൻഡ് ഹിയർ വാട്ട് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ മാംഗനീസ് ഇൻ MnO4- +7 and MnO2 +4. So what is the difference in oxidation state? Difference in oxidation state equal to 7 minus 4, that equal to 3. So answer is 3. Okay, question number 2. Which one of the following is an example ഓഫ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? അപ്പോൾ നമ്മൾ ആദ്യം കണ്ടതും ഡിസ്പ്രപ്പോർഷനേഷൻ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും ഡിസ്പ്രപ്പോർഷനേഷൻ തന്നെയാണ്. അപ്പോൾ 4 റിയാക്ഷൻസ് ആർ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. വി ഹാവ് ടു ഐഡൻറ്റിഫൈ വിച്ച് വൺ ഈസ് എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ക്ലിയർ? ഹൗ ടു ഐഡൻറ്റിഫൈ ഡിസ്പ്രപ്പോർഷനേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. സെയിം എലമെൻറ്റ് സെയിം കോമ്പൗണ്ട് സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. സെയിം കോമ്പൗണ്ടിൽ സെയിം എലമെൻറ്റ് സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് സൈമൾട്ടേനിയസ് ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കണം. അങ്ങനെയുള്ള റിയാക്ഷനാണ് ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ റിയാക്ഷനാണ് ഡിസ്പ്രപ്പോർഷനേഷൻ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് റിയാക്ഷൻ ഇതാണ്. MnO4 2- plus 4H plus gives MnO4- plus MnO2 plus 2H2. ജസ്റ്റ് ഡിസ്കസ് ചെയ്ത റിയാക്ഷൻ തന്നെയാണ്. നമ്മളവിടെ പറഞ്ഞാണ് അത് ഡിസ്പ്രപ്പോർഷനേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ. ഏതായാലും നമുക്കിവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് എഴുതാം. സോ ഹിയർ മാംഗനീസ് ഇൻ ദ +7, ഹിയർ മാംഗനീസ് ഇൻ ദ here manganese in the +6 oxidation state, here manganese in the +7, so here manganese in the +4. Okay, അപ്പോൾ മാംഗനീസ് +6ൽ നിന്നും +7 +4 ആയിട്ട് മാറി. സോ ഇറ്റ് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. എങ്കിലും നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് നോക്കാം. സോ ഹിയർ മാംഗനീസ് ഇൻ ദി +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഹിയർ +4. വേറെ ഒരു സ്പീഷീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്യുന്നില്ല. സോ അപ്പോൾ ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ അല്ല. ദെൻ സോ ഹിയർ I- -1 MnO4 +7
gives Mn 2 plus and iodine in the 0. Clear? Here oxidation and reduction take place. Oxidation നടന്ന് reduction നടന്ന്, therefore it is redox. പക്ഷേ oxidation reduction നടന്ന different speciesലാണ്, therefore it is not a disproportionation reaction. Okay. And here MnO4 minus plus 1 oxidation state, S2O3 minus 2 ആണ് oxidation state. ഇവിടെ SO4 വരുമ്പോൾ പ്ലസ് 6 ആയി ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് 4 ആയി. അപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്ന ഡിഫറൻറ്റ് കോമ്പൗണ്ടിൽ ഡിഫറൻറ്റ് സ്പീഷീസിനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം, പക്ഷേ ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ അല്ല. സോ ദ ആൻസർ ഓപ്ഷൻ എ. മറ്റൊരു ക്വസ്റ്റ്യൻ നമ്പർ 3. 0.01 molar KMnO4 solution was added to 20 ml of 0.05 molar Mohs salt solution through a burette. The initial reading of 50 ml burette is 0. The volume of KMnO4 solution left in the burette after the end point. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന. ഇതാണ് ഒരു ബ്യൂററ്റ് ആണ്. ബ്യൂററ്റിൻ്റെ റീഡിങ് 50 ആണ്. എൻ്റെ റീഡിങ് മാക്സിമം ഈ ബ്യൂററ്റിൽ 50 ml സൊല്യൂഷനാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ 0 റീഡിംഗ് എന്ന് പറയുന്നത്. 0 ഇങ്ങോട്ട് ഇങ്ങനെ പോരുവാണ്. ഇങ്ങനെയാണ് റീഡിങ് 10, 20, 30, then 40, then 50. ഇങ്ങനെയാണ് അതിൻ്റെ റീഡിങ്. ബ്യൂററ്റിലെ റീഡിങ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബ്യൂററ്റിലാണ് നമ്മൾ KMnO4 സൊല്യൂഷൻ എടുത്തിരിക്കുന്നത്. KMnO4 solution. What is the molarity of KMnO4 solution? That is 0.01 molar solution ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ഏത് സൊല്യൂഷനിലേക്കാണ് ആഡ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ കോണിക്കൽ ഫ്ലാസ്ക് ആണ് ടൈട്രേഷന് വേണ്ടി എടുക്കുന്നത്. ഇതൊരു റിഡോക്സ് ടൈട്രേഷൻ ആണ്. കോണിക്കൽ ഫ്ലാസ്കിൽ മോസ് സോൾട്ട് ആണ് എടുത്തിരിക്കുന്നത്. MOHR മോസ് സോൾട്ട് സൊല്യൂഷൻ ആണ്. മോസ് സോൾട്ട് ഈസ് എ ഫെറസ് അമോണിയം സൾഫേറ്റ് സൊല്യൂഷൻ. ഇറ്റ്സ് മൊളാരിറ്റി ഈസ് ഗിവൺ, ദാറ്റ് ഈസ് 0.05 മോളാർ മോസോൾട്ട് സൊല്യൂഷനാണ്. അത് എത്ര ml എടുത്തിട്ടുണ്ട്? 20 ml സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. 20 ml 0.05 മോളാർ മോസോൾട്ട് സൊല്യൂഷനിലേക്കാണ് KMnO4 ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ KMnO4 ഇവിടെ ആക്ട് ചെയ്യുന്നത് ഒരു ഓക്സിഡൻ്റ് ആയിട്ടാണ്. ഓക്സിഡൻ്റ് ആൻഡ് ദിസ് ഈസ് എ റിഡക്റ്റൻ്റ്. ഇതൊരു റിഡക്റ്റൻ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ KMnO4 ഇവിടെ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെ മോസ് സോൾട്ട് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ഇത് റിഡോക്സ് റിയാക്ഷനാണ്. അപ്പോൾ നമ്മൾ KMnO4 ആഡ് ചെയ്യുന്നതിനനുസരിച്ച് KMnO4 ഒരു കളേർഡ് സൊല്യൂഷനാണ്, പർപ്പിൾ കളേർഡ് സൊല്യൂഷനാണ്. KMnO4 ആഡ് ചെയ്യുന്നതിനനുസരിച്ച് KMnO4 മോസ് സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്യും. KMnO4 മാംഗനീസ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. മാംഗനീസ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് മാംഗനീസിന് പർപ്പിൾ കളർ അല്ലെങ്കിൽ കളർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ KMnO4 ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യുമ്പോൾ KMnO4 മോസ് സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ KMnO4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 നിന്ന് +2 ആയിട്ട് ചേഞ്ച് ചെയ്യും. +7 +2 ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ +2 Mn +2 ആയിട്ടാണ് മാറുന്നത്. അതൊരു കളർലെസ്സാണ്. അപ്പോൾ ഈ KMnO4 സൊല്യൂഷൻ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യുന്ന സൊല്യൂഷൻ മോസ് സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്ത് ഡിക്ലറൈസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സർട്ടൻ വോളിയം ആഡ് ചെയ്യുമ്പോൾ മോസ് സോൾട്ട് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തു. ഇനി റിയാക്ട് ചെയ്യാൻ മോസ് സോൾട്ട് ഇല്ല. അടുത്ത നെക്സ്റ്റ് ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ ദ സൊല്യൂഷൻ പിങ്ക് കളേർഡ് ആയിട്ട് അല്ലെങ്കിൽ KMnO4 സൊല്യൂഷൻ്റെ കളർ റിട്ടേൺ ചെയ്യും. എപ്പോഴാണ് ആ കളർ റിട്ടേൺ ചെയ്യുന്നത്? അപ്പോഴാണ് എൻഡ് പോയിന്റിലെത്തുന്നത്. ഓക്കെ, അപ്പോൾ എൻഡ് പോയിന്റിലെത്തുമ്പോൾ ബ്യൂററ്റിൽ എത്ര KMnO4 ബാക്കിയുണ്ടെന്നാണ് നമുക്ക് കാണേണ്ടത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് KMnO4 ലെഫ്റ്റ് ഇൻ ദ ബ്യൂററ്റ് ആഫ്റ്റർ ടൈട്രേഷന് ശേഷം ബ്യൂററ്റിൽ എത്ര ml KMnO4 ബാക്കിയുണ്ടെന്നാണ് നമുക്ക് കാണേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇതൊരു റിഡോക്സ് ടൈട്രേഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നടക്കുന്ന റിയാക്ഷൻ ഒന്ന് എഴുതാം. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. KMnO4 റിയാക്ട് വിത്ത് മോസ് സോൾട്ട്. മോസ് സോൾട്ട് ഗീവ്സ് പ്രോഡക്റ്റ് തരും. ഗീവ്സ് പ്രോഡക്റ്റ്. ദറ്റ് ഈസ് എ റിയാക്ഷൻ. What is Mohs salt? That is a ferrous ammonium sulfate. It is FeSO4 NH4 or NH4 twice SO4 FeSO4 6H2O. That is Mohs salt. Okay, KMnO4 is oxidant and Mohs salt is a reductant. It is a redox reaction. ഇങ്ങനെ റിഡോക്സ് റിയാക്ഷൻ സോൾവ് ചെയ്യാൻ ഏറ്റവും എളുപ്പം മാർഗ്ഗം എന്ന് പറയുന്നത് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇക്വലൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അറിയേണ്ടത് KMnO4 ആസിഡ് സൊല്യൂഷനിലാണ്. KMnO4 ആസിഡ് സൊല്യൂഷനിൽ
KMnO4ൻ്റെ n ഫാക്ടർ അറിയണം. n ഫാക്ടർ ഓഫ് KMnO4 ഇൻ ആസിഡ് സൊല്യൂഷൻ നിങ്ങൾക്കറിയാമായിരിക്കാം, ദാറ്റ് ഈസ് 5 ആണ്. മോസോൾട്ടിൻ്റെ n ഫാക്ടർ ഈസ് ഈക്വൽ ടു 1 ആണ്. n ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റിയാക്ഷൻ നടക്കുമ്പോൾ എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ടാകുന്നു, എത്ര ഇലക്ട്രോൺ ലോസ് അല്ലെ ഗെയിൻ ഉണ്ടാകുന്നു, അതിനാണ് n ഫാക്ടർ. ഇവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ KMnO4 +7 നിന്ന് +2 ആയിട്ടാണ് മാറുന്നത്. +7 നിന്ന് +2 ആയിട്ട് മാറുമ്പോൾ 5 ഇലക്ട്രോൺ ട്രാൻസ്ഫറാണ്, ദെർഫോർ n ഫാക്ടർ ഈസ് 5. ഇനി മോസോൾട്ടിൽ Fe മാത്രമേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. Fe ഇവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, അത് +3 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ Mn 2+ ആയിട്ട് മാറും, പ്ലസ് Fe 3+ ആയിട്ട് മാറും. അപ്പോൾ മോസോൾട്ടിൻ്റെ n ഫാക്ടർ 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി വോളിയം കൂടെ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്കിവിടെ വോളിയം ഓഫ് KMnO4 ലെഫ്റ്റ് ഇൻ ദി ബ്യൂററ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്, വോളിയം ഓഫ് KMnO4 റെക്കോർഡ് ടു റിയാക്ട് വിത്ത് മോസോൾട്ട് കണ്ടുപിടിക്കാം അല്ലേ. എത്ര വോളിയം KMnO4 മോസോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്തെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എത്ര ബാക്കിയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ V1 ഈസ് ദ വോളിയം ഓഫ് KMnO4 റിയാക്ട് വിത്ത് മോസോൾട്ട്. ക്ലിയർ? അത് നമുക്കറിയില്ല. ആൻഡ് മൊളാരിറ്റി ഓഫ് KMnO4 ഈസ് ഗിവൺ, ദാറ്റ് ഈസ് 0.01 ആൻഡ് n ഫാക്ടർ ഈസ് 5. ദെൻ മോസോൾട്ടിൻ്റെ കേസ് നോക്കാം. മോസോൾട്ടിൻ്റെ n ഫാക്ടർ 1 ആണ്. Volume of Mosalt solution taken is 20 ml and its molarity is given, that is 0.05. ഇനി എങ്ങനെയാണ് എങ്ങനെയാണ് ഇക്വലൻസ് ഇക്വേറ്റ് ചെയ്യുന്നത്? ഏതൊരു റിയാക്ഷൻ എടുത്താലും, ഏതൊരു റിഡോക്സോ ഏത് റിയാക്ഷൻ എടുത്താലും റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്യുന്ന ഇക്വലൻസിലായിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് KMnO4 റിയാക്റ്റഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് മോസോൾട്ട് ആണ്. രണ്ടും ഇക്വലൻസ് ആണ്. ഇക്വലൻസ് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി മൊളാരിറ്റിയും വോളിയവും തന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു n ഫാക്ടർ ചെയ്താൽ മതി. മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു n ഫാക്ടർ ഓഫ് KMnO4 is equal to molarity into volume into n factor of മോസോൾട്ട്. അപ്പോൾ ഇവിടെ മൊളാരിറ്റി ഗിവൺ 0.01, വോളിയം ആണ് കാണേണ്ടത്, ഇൻറ്റു 5. വോളിയം നമ്മൾ V1 എന്നല്ല എഴുതിയത്, V1 ഈക്വൽ ടു M2 0.05 ഇൻറ്റു V2 ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു n ഫാക്ടർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്കിവിടെ V2 കാൽക്കുലേറ്റ് ചെയ്യാം. V2 ഈസ് ഈക്വൽ ടു 0.05 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 0.01 into 5, that equal to 20 ml എന്ന് വരും. So that is a 20 ml, that is a volume of KMnO4 reacted with മോസോൾട്ട്, that is equal to 20 ml. So what is the volume of KMnO4 left in the burette? KMnO4 left in ബ്യൂററ്റിൽ ബാക്കി വരുന്നത് എത്രയുണ്ടാകും, 50 ml അല്ലേ നമ്മൾ എടുത്തത്, 50 minus 20 റിയാക്ട് ചെയ്തു പോയി. സോ വാട്ട് ഈസ് വോളിയം ലെഫ്റ്റ്, 30 ml. സോ ദാറ്റ് ഈസ് എ ആൻസർ. സോ 30 ml ഓ 30 ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ 30 ആണ് ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. ഇതൊരു റിഡോക്സ് ടൈട്രേഷനാണ് ആദ്യം മനസ്സിലാക്കുക. റിഡോക്സ് റിയാക്ഷനിൽ റിയാക്റ്റൻസ് ഇക്വലൻസ് ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടും n ഫാക്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. A 2 gram sample containing MnO2 is treated with HCl liberating Cl2. The Cl2 gas is passed into solution of Ki and 60 ml of 0.1 molar Na2S2O3 is required to titrate the liberated iodine. The percentage of MnO2 in the sample is. ക്വസ്റ്റ്യൻ പറയുന്നതാണ് 2 gram MnO2 HCl-ആയിട്ട് ട്രീറ്റ് ചെയ്തു, അപ്പോൾ ക്ലോറിൻ ലിബറേറ്റ് ചെയ്തു. ആ ലിബറേറ്റ് ചെയ്ത ക്ലോറിൻ ഗ്യാസ് പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷനിലൂടെ പാസ് ചെയ്തു. പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷനിലൂടെ പാസ് ചെയ്താൽ അയഡിൻ ലിബറേറ്റ് ചെയ്യും. ആ ലിബറേറ്റ് ചെയ്ത അയഡിൻ 60 ml 0.1 മോളാർ Na2S2O3 ആയിട്ട് ടൈട്രേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് ഈ 2 gram സാമ്പിളിൽ പെർസെൻറ്റേജ് ഓഫ് MnO2 ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് 2 gram സാമ്പിൾ ഓഫ് MnO2 എന്ന് പറയുന്നത് അത് പ്യുവർ അല്ല. 2 gram സാമ്പിൾ എടുത്തിട്ടുണ്ട്, MnO2 എന്ന് പറയുന്ന കോമ്പൗണ്ട് സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. ആ കോമ്പൗണ്ട് പ്യുവർ അല്ല. അപ്പോൾ 2 gram MnO2 അല്ല, അതിൽ ഇമ്പ്യൂരിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് 2 gram സാമ്പിൾ എത്ര ഗ്രാം MnO2 ഉണ്ടെന്ന് കണ്ടുപിടിക്കണം, ഗിവൺ ഡാറ്റ വെച്ച്. ഓക്കെ, അത് അറിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്യൂരിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് സ്റ്റെപ്സ്.
നമുക്കിവിടെ അറ്റോമിക് മാസസ് ഒക്കെ തന്നിട്ടുണ്ട്, ഓരോ സ്പീഷീസിൻ്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഞാൻ ആദ്യം ഒന്ന് എഴുതാം. അപ്പോൾ അതിനുശേഷം വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യുന്ന മെത്തേഡിലേക്കും നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? MnO2 MnO2 ഈസ് ട്രീറ്റഡ് വിത്ത് HCl. HCl-ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് MnCl2 പ്ലസ് 2 molecule of H2O plus Cl2. This is a first reaction. Okay, ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് റിയാക്ഷനിലേക്ക് പോവാം. അടുത്ത സ്റ്റെപ്പിൽ എന്താ നമ്മൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ലിബറേറ്റ് ചെയ്ത ക്ലോറിൻ പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷനിലൂടെ പാസ് ചെയ്തു. When it is passed through potassium iodide solution, you know that chlorine is more reactive than potassium, അല്ലേ? അതുകൊണ്ട് അയഡിൻ, അതുകൊണ്ട് അയഡിൻ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? 2 molecule of KCl പ്ലസ് I2 കിട്ടും. തേർഡ് സ്റ്റെപ്പിൽ എന്താണ്? ഈ ലിബറേറ്റ് ചെയ്ത അയഡിനെ Na2S2O3 സോഡിയം തയോസൾഫേറ്റ് ആണ് വെച്ച് ടൈട്രേറ്റ് ചെയ്തു. ക്ലിയർ? അങ്ങനെ ടൈട്രേറ്റ് ചെയ്താൽ എത്ര അയഡിൻ ലിബറേറ്റ് ചെയ്തു നമുക്ക് കണ്ടുപിടിക്കാം. ടൈട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന Na2S4O6, ദാറ്റ് ഈസ് സോഡിയം ടെട്രാതയോണേറ്റ് പ്ലസ് 2NaI. ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് MnO2ൻ്റെ പ്യൂരിറ്റി കാണണം. അപ്പോൾ Na2S2O3യുടെ ഓളിയവും മൊളാരിറ്റിയും തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ Na2S2O3 2 molecule ആട്ടോ, 2 Na2S2O3 gives a Na2S4O6 plus 2Na, that is a balanced equation. ക്ലിയർ? അപ്പോൾ ഇവിടെ Na2S2O3യുടെ എമൗണ്ട് നമുക്ക് അറിയാം, കാരണം ഈ ക്വസ്റ്റിൻ്റെ അത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും എത്ര Na2S2O3 എത്ര അയഡിനുമായിട്ട് റിയാക്ട് ചെയ്തെന്ന് അറിഞ്ഞാൽ എത്ര അയഡിൻ ലിബറേറ്റ് ചെയ്തെന്ന് കിട്ടും. എത്ര അയഡിൻ ലിബറേറ്റ് ചെയ്തെന്ന് കിട്ടിയാൽ എത്ര ക്ലോറിൻ ലിബറേറ്റ് ചെയ്തെന്ന് കിട്ടും. എത്ര ക്ലോറിൻ ലിബറേറ്റ് ചെയ്തതിൽ നിന്ന് നമുക്ക് എത്ര MnO2 ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അതിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ട് ഇതിൻ്റെ എൻഫാക്റ്റ് ഒന്ന് കാണാം. നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ്. സോ ഹിയർ മാംഗനീസ് ഇൻ ദ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ MnCl2ൽ +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ +4ൽ നിന്നും +2 ആയിട്ട് ചേഞ്ച് ചെയ്തു. അങ്ങനെ ചേഞ്ച് ചെയ്തപ്പോൾ എത്ര ഇലക്ട്രോൺ ആണ് ഇവിടെ ഇൻവോൾവ് ചെയ്തത്? 2 ഇലക്ട്രോൺ ആണ് ഇൻവോൾവ് ചെയ്തത്. ദെർഫോർ എൻ ഫാക്ടർ ഓഫ് MnO2 ഈസ് 2. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് എഴുതി വെക്കാം. എൻ ഫാക്ടർ ഓഫ് MnO2 ഈസ് ഈക്വൽ ടു 2 ആണ്. ദെൻ ബാക്കിയൊന്നും വേണ്ട, നമുക്ക് അവസാനത്തെയും കൂടെ മതി. അവസാനം Na2S2O3യിൽ നിങ്ങൾക്ക് സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റൂൾ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സൾഫറിൻ്റെ -2 ആണ് വരുന്നത് സൾഫർ. ഇനി Na2S4O6ൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2.5 ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ Na2S2O3യിൽ സൾഫർ -2 ആണ്, അത് -2.5 ആയിട്ട് ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ നമ്പറിലുള്ള ഡിഫറൻസ് നോക്കിയാൽ 0.5 ആണ്. ഒരു മോളിക്യൂളിൽ 2 സൾഫർ ഉണ്ട്. ഒരു സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0.5 ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ 2 സൾഫറിൻ്റെയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് എൻ ഫാക്ടർ ഓഫ് Na2S2O3 ഈക്വൽ ടു 1 ആണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് പോവാം. ദെൻ അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് ഞാനൊന്ന് എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതാണ് MnO2 റിയാക്ട് വിത്ത് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്താൽ ക്ലോറിൻ ലിബറേറ്റ് ചെയ്യും. ബാക്കി നമുക്കൊന്നും പ്രോഡക്റ്റ് എഴുതേണ്ട ആവശ്യമില്ല. ആ ക്ലോറിൻ പൊട്ടാസ്യം അയഡൈഡിലൂടെ പാസ് ചെയ്യുമ്പോൾ I2 ലിബറേറ്റ് ചെയ്യും. ആ ലിബറേറ്റ് ചെയ്ത I2നെ Na2S2O3 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ Na2S4O6 പ്ലസ് 2NaI കിട്ടും. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം ഇതാണ്, ഒരു റിയാക്ഷനിൽ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും ഇക്വലൻസ് ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് MnO2 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് HCl. That is equal to number of equivalents of Cl2. That is equal to number of equivalents of Ki. That is equal to number of equivalents of I2. That is equal to number of equivalents of Na2S2O3. That is equal to number of equivalents of Na2S4O6 etc. അപ്പോൾ എല്ലാത്തിൻ്റെ ഇക്വലൻസ് ഈക്വലാണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് MnO2ൻ്റെ
മാസ്സാണ് കാണേണ്ടത്. ക്ലിയർ? എത്ര MnO2 ഉണ്ടെന്ന് നമുക്ക് തന്നിരിക്കുന്ന ആരുടെ ക്വാണ്ടിറ്റിയാണ്? നമുക്കിവിടെ തന്നിരിക്കുന്നത് Na2H2O3യുടെ ക്വാണ്ടിറ്റിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ റിയാക്ഷനിലും റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും ഇക്വലൻസ് ഈക്വലാന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പാടില്ലേ, നമ്പർ ഓഫ് ഇക്വിവലൻസ് ഓഫ് MnO2 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വിവലൻസ് ഓഫ് Na2H2O3. രണ്ടിൻ്റെ ഇക്വലൻസ് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കിനി ഇക്വലൻസ് ഇക്വേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് MnO2 ആണ്. MnO2ൻ്റെ മാസ് നമുക്കറിയില്ല. ടോട്ടൽ 2 ഗ്രാം ഉണ്ട്. ആ 2 ഗ്രാമിൽ എത്രയോ ഗ്രാം MnO2 ഉണ്ട്. ആ MnO2ൻ്റെ മാസ് ഞാൻ M എന്നെടുത്തു. വാട്ട് ഈസ് എ മാസ് ഓഫ് MnO2 ഇൻ 2 ഗ്രാം സാമ്പിൾ. ദെൻ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. MnO2ൻ്റെ മോളാർ മാസ് നമുക്കിവിടെ അറിയാം. മാംഗനീസിൻ്റെ 55 ആണ് അല്ലേ. MnO2ൻ്റെ മോളാർ മാസ് നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. മാംഗനീസ് 55 ആണ്, 2 ഓക്സിജൻ 32, ദാറ്റ് ഈസ് ഈക്വൽ ടു 87. ദാറ്റ് ഈസ് എ മോളാർ മാസ് ഓഫ് MnO2. അപ്പോൾ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്, ദാറ്റ് ഈസ് 87 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് MnO2 ഇൻറ്റു N ഫാക്ടർ കാണണം. ഇൻറ്റു N ഫാക്ടർ ഇൻറ്റു 1000 ചെയ്യുവാണെങ്കിൽ മില്ലി ഇക്വലൻസ് ആവും. 1000 ചെയ്തില്ലെങ്കിൽ ഗ്രാം ഇക്വലൻസേ കിടക്കും. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇൻറ്റു 1000 ചെയ്തേക്കാം. ഇൻറ്റു 1000 ആകുമ്പോൾ മില്ലി ഇക്വലൻസ് ഓഫ് MnO2 ആയി. മില്ലി ഇക്വലൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു മില്ലി ഇക്വലൻസ് ഓഫ് നമ്പർ ഓഫ് മില്ലി ഇക്വലൻസ് ഓഫ് Na2H2O3. അതിൻ്റെ മില്ലി ഇക്വലൻസ് കാണാൻ വേണ്ടി മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു N ഫാക്ടർ ചെയ്താൽ മതി. മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു N ഫാക്ടർ. അപ്പോൾ ഇവിടെ M ഡിവൈഡഡ് ബൈ 87 ഈക്വൽ ടു N ഫാക്ടർ ഓഫ് MnO2 ഈസ് ഈക്വൽ ടു 2 ആണ് ഇൻറ്റു 1000. ദാറ്റ് ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഓഫ് Na2H2O3 ഈസ് ഗിവൺ. ഐ തിങ്ക് ഇറ്റ് ഈസ് 0.1 ആണ്. യെസ്, വോളിയം 60 ml ആണ്. അപ്പോൾ നമുക്കിവിടെ 0.1 ഇൻറ്റു 60 ഇൻറ്റു N ഫാക്ടർ 1 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് ഓഫ് MnO2 ആണ് M എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു 60 ഇൻറ്റു 87 ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1000 എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 0.261 ഗ്രാം എന്ന് പറയും. ഓക്കെ, സോ മാസ് ഓഫ് MnO2 കാൽക്കുലേറ്റ് ചെയ്ത് 0.261. സോ മാസ്, വാട്ട് ഈസ് ദ മാസ് ഓഫ് ദ സാമ്പിൾ? 2. അപ്പോൾ ടോട്ടൽ 2 ഗ്രാം ഉണ്ട്. ആ ടോട്ടൽ 2 ഗ്രാം സാമ്പിളിൽ 0.261 ഗ്രാമേ MnO2 ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് പ്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര പ്യൂരിറ്റി ഉണ്ട് അല്ലെങ്കിൽ പ്യൂരിറ്റി അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് MnO2 കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ടോട്ടൽ 2 ഗ്രാം എടുത്താൽ 0.261 ഗ്രാം ആണുള്ളത് ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 13% എന്ന് പറയും. സോ പ്യൂരിറ്റി ഓഫ് MnO2 ഈസ് 13. ഓക്കെ, 13 ആണ് പ്യൂരിറ്റി. ഓക്കെ, അപ്പോൾ MnO2ൻ്റെ പെർസെൻറ്റേജ് കിട്ടി. പെർസെൻറ്റേജ് ഓഫ് MnO2 ഈസ് ഈക്വൽ ടു 13 ആണ്. സോ ദ പെർസെൻറ്റേജ് ഓഫ് MnO2 ഇൻ ദ സാമ്പിൾ ഈസ് ഈക്വൽ ടു 13. ഓക്കെ, അപ്പോൾ അല്ല പ്യൂരിറ്റി ആണെങ്കിൽ നമുക്ക് പറയാം, പ്യൂരിറ്റി ആണെങ്കിൽ 13% ആണ്. പെർസെൻറ്റേജ് ഓഫ് MnO2 ഇൻ ഗിവൺ സാമ്പിൾ ഈസ് 13. അപ്പോൾ ടോട്ടൽ 2 ഗ്രാം സബ്സ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ 2 ഗ്രാം സബ്സ്റ്റൻസിൽ 0.261 ഗ്രാം മാത്രമേ MnO2 ഉള്ളൂ. അത് നമ്മൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 13% ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് സ്റ്റെപ്പ് ഇതുപോലെ ഈ ഇക്വേഷൻസ് എല്ലാം ഫോളോ ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റെപ്സ് ഒത്തിരി ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇക്വലൻസിൻ്റെ ആ ഒരു കാര്യം എടുത്തത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേഷൻ നടത്തി ആൻസറിലേക്ക് എത്താവുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.